നമസ്കാരം. നമ്മളിന്ന് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിന് മുൻപ് നമ്മൾ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, അതുപോലെ 3-4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമ്മൾ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മൗര്യൻ ഭരണ സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. മൗര്യൻ ഭരണ സമ്പ്രദായം ഇത് 2ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട ഒന്ന് ചോദ്യമാണ്. മൗര്യൻ ഭരണ സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജവംശമായിരുന്നു മൗര്യ സാമ്രാജ്യം. ചന്ദ്രഗുപ്ത മൗര്യനാണ് അത് സ്ഥാപിക്കുന്നത്. അശോകൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ ഭരിച്ചിരുന്ന വളരെ വിശാലമായ, വളരെ പ്രസിദ്ധമായ ഒരു സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. ഈ മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്താണ് മൗര്യന്മാരുടെ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ എന്നാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. ഭരണ സംവിധാനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടുത്തെ ഭരണം എന്ത് ചെയ്യുന്നു, കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് വിവിധ രീതിയിലുള്ള നടപടികൾ രാജാക്കന്മാർ സ്വീകരിച്ചിരുന്നു. ആ സാമ്രാജ്യത്തിൽ പ്രധാനമായിട്ടും 5 രാഷ്ട്രീയ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. മൗര്യന്മാരുടെ കേന്ദ്രത്തിൽ 5 രാഷ്ട്രീയ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 28-ാമത്തെ പേജിലാണ് മൗര്യ ഭരണ സമ്പ്രദായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 5 രാഷ്ട്രീയ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. പാടലീപുത്രം, തക്ഷശില, ഉജ്ജയിനി, സുവർണഗിരി, തോസാലി. ഇതായിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാടലീപുത്രം. മൗര്യ ഭരണത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാടലീപുത്രമായിരുന്നു. സാമ്രാജ്യത്തിന് എന്ത് ചെയ്യുന്നു, സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിരുന്ന ഒരു സൈന്യത്തിനെ ഇവർ നിലനിർത്തിയിരുന്നു. കൃത്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തെളിവുകൾ നൽകുന്നുണ്ട്. ഒന്നാമത്തെ തെളിവുകൾ കിട്ടുന്നത് മെഗസ്തനീസ്. ഈ സമയത്ത് ഇന്ത്യയിലേക്ക് വന്നിരുന്ന ഒരു വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ്. അദ്ദേഹത്തിൻ്റെ വിവരണം അനുസരിച്ച് 6 കമ്മിറ്റികളാണ് സൈനിക ഭരണം നടത്തിയത്. കാലാൾപ്പട, കുതിരപ്പട, തേരുകൾ, ആനകൾ, നാവിക സൈന്യം, അങ്ങനെ എന്ത് ചെയ്യുന്നു, 6 വിഭാഗങ്ങളാണ് സൈനിക ഭരണം നടത്തിയിരുന്നത്. അത്രയും സൈന്യത്തിന് സഞ്ചരിക്കാൻ അനുയോജ്യമായിരുന്ന ഗതാഗത സംവിധാനം എന്ത് ചെയ്യുന്നു, എങ്ങനെയാവണമെന്നുള്ളതിന് വേണ്ടിയിട്ട് ഓരോ വിഭാഗങ്ങളെ എന്ത് ചെയ്യുന്നു, അവർ ചുമതലപ്പെടുത്തിയിരുന്നു. അതുപോലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവാണ് അശോകൻ. അശോകൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ വലിയ സാമ്രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം വലിയ രീതിയിലുള്ള നിയമ നടപടികളും ഭരണപരിഷ്കാരങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, മൗര്യൻ ഭരണത്തിൽ അശോകൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൗര്യഭരണത്തിൻ്റെ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഒരു ചോദ്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഈ മൗര്യന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും എങ്ങനെയാണ് തെളിവുകൾ നൽകുന്നത്. ഒരു എക്സാമിന് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മൗര്യ കാലഘട്ടത്തെക്കുറിച്ച് അറിയാനുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ എന്തെല്ലാമാണ് ചരിത്ര സ്രോതസ്സുകൾ. ഒന്നാമത്തെ സ്രോതസ്സായിട്ട് പറയുന്നത് മെഗസ്തനീസിൻ്റെ ഇന്ത്യയാണ്. ഇതേ പേജിൽ 28ാമത്തെ പേജിൽ തന്നെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് പറയുന്നതാണ് മെഗസ്തനീസിൻ്റെ ഇന്ത്യക. 2 കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്രം. കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ കാലത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിക്കുന്നു. ബുദ്ധ ജൈന കൃതികൾ, വിവിധ നാണയങ്ങളും വിവിധ ലിഖിതങ്ങളും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മൗര്യന്മാരുടെ ഭരണ സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വിവരിക്കാൻ പറ്റുന്നു. എല്ലാം തന്നെ മൗര്യന്മാരുടെ കാലത്തുള്ള പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള വിവിധ തെളിവുകളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് മൗര്യന്മാരുടെ ഭരണത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 26ാമത്തെ ചോദ്യം, 4 വർണ്ണങ്ങൾ ഏതെല്ലാം? പ്രാചീന ഇന്ത്യൻ സമൂഹത്തിൽ ഓരോ വർണ്ണത്തിൻ്റെയും സ്ഥാനവും തൊഴിലും വ്യക്തമാക്കുക. അവിടെ തന്നെ നമുക്ക് ചോദ്യം വ്യക്തമായി. ചാതുർവർണ്ണ സമ്പ്രദായത്തിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രാചീന ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, 4 പ്രധാനപ്പെട്ട വർണ്ണങ്ങൾ, തൊഴിലിനെ അടിസ്ഥാനമാക്കി 4 രീതിയിലുള്ള സാമൂഹിക വിഭജനങ്ങളുണ്ടായിരുന്നു. ഇത് വരുന്നത് 3ാമത്തെ അധ്യായം, സാമൂഹിക വ്യവസ്ഥയും സാംസ്കാരിക വികാസം എന്ന് പറയുന്ന 3ാമത്തെ അധ്യായത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 4 വിഭാഗങ്ങൾ. ഏതൊക്കെയാണ് 4 വിഭാഗങ്ങൾ? 1 ബ്രാഹ്മണർ, 2 ക്ഷത്രിയർ, 3 വൈശ്യർ, 4 ശൂദ്രർ. ഇങ്ങനെയുള്ള 4 വിഭാഗങ്ങളാണ്, ഈ 4 വർണ്ണങ്ങളാണ് പ്രാചീന ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇവരുടെ ഈ ഒരു വിഭജനം എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ തൊഴിൽ കൂടി പറയേണ്ടതുണ്ട്. ആദ്യത്തെ വർണ്ണം ബ്രാഹ്മണരായിരുന്നു. വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി. അതായത് പുരോഹിതന്മാരെ പോലെ നിൽക്കുന്ന വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ യാഗങ്ങൾ നടത്തൽ, ദാനം ചെയ്യലും ദാനം സ്വീകരിക്കലുമൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ 1ാമത്തെ വിഭാഗം ബ്രാഹ്മണരാണ്. വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യലാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. യാഗങ്ങൾ നടത്തൽ, അതുപോലെ ദാനം ചെയ്യലും സ്വീകരിക്കലൊക്കെ എന്ത് ചെയ്യുന്നു, ഇവരുടെ തൊഴിലിൻ്റെ ഭാഗമായിരുന്നു. ഇനി അടുത്ത 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ക്ഷത്രിയർ. ക്ഷത്രിയർ എന്ത് ചെയ്യുന്നു, ഇവർ പ്രധാനമായിട്ടും യുദ്ധം ചെയ്യലാണ് ക്ഷത്രിയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട
തൊഴിൽ. യുദ്ധം ചെയ്യുന്നത് ഈ പറയുന്ന ക്ഷത്രിയ വിഭാഗമാണ് യുദ്ധം ചെയ്യുന്നത്. ജനങ്ങളെ സംരക്ഷിക്കൽ, നീതി നടപ്പാക്കൽ, ദാനം നൽകൽ എല്ലാം തന്നെ ക്ഷത്രിയന്മാരുടെ കടമയായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു അവരുടെ ജോലി. അതായത് അവിടുത്തെ ഭരണാധികാരികളെയാണ് നാം സൂചിപ്പിക്കുന്നത്. യുദ്ധവും അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നതൊക്കെ അവിടുത്തെ ഭരണാധികാരികളായിരിക്കാം. ഭരണാധികാരികളാണെന്നുള്ളത് അവിടെ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് പറ്റുന്നത്. മൂന്നാമത്തെ വിഭാഗമാണ് വൈശ്യർ. അവർ കാർഷിക വൃത്തി ചെയ്യുന്ന ആളുകളായിരുന്നു. അതായത് കൃഷിക്കാരാകാം, അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന ആളുകളാകാം, അല്ലെങ്കിൽ എന്താകാം ആടുമാടുകളെ മേയ്ക്കുന്ന ആളുകളാകാം. അപ്പോൾ ഇങ്ങനെയുള്ള വൈശ്യർ എന്ന് പറയുന്ന വിഭാഗം എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ സമൂഹത്തിൻ്റെ മൂന്നാമത്തെ വിഭാഗമായിരുന്നു വൈശ്യർ എന്ന് പറയുന്ന വിഭാഗം. നാലാമത്തെ വിഭാഗമാണ് ശൂദ്രർ. ഈ വിഭാഗത്തിൻ്റെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിന് ഏറ്റവും അടിഭാഗത്തുള്ള വിഭാഗമായിരുന്നു ശൂദ്രർ. ബാക്കി 3 വർണ്ണങ്ങളെയും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്ന് പറയുന്ന 3 വർണ്ണങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു ശൂദ്രർ എന്ന് പറയുന്ന നാലാമത്തെ വർണ്ണത്തിൻ്റെ തൊഴിൽ. അല്ലെങ്കിൽ അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. അതായത് ഒരു അടിമകളെ പോലെ പണിയെടുത്തിരുന്ന ഈ മറ്റ് 3 വിഭാഗങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് ജോലികൾ ചെയ്തിരുന്ന വിഭാഗമായിരുന്നു ശൂദ്രർ എന്ന് പറയുന്ന വിഭാഗം. ടെക്സ്റ്റ് ബുക്കിലെ 40-ാമത്തെ പേജിലാണ് ഈ പറയുന്ന 4 വിഭാഗങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. നിർബന്ധമായിട്ടും ഈ 4 വിഭാഗങ്ങളും അവരുടെ തൊഴിലും നിങ്ങൾ പഠിക്കണം. 4 വിഭാഗങ്ങളും അവരുടെ തൊഴിലുകളും: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണർ എന്ന് പറയുന്നത് പുരോഹിതന്മാരെ പോലെയുള്ള ആളുകളാണ്. ക്ഷത്രിയർ എന്ന് പറയുന്നത് അവിടുത്തെ ഭരണാധികാരികളാണ്. ശൂദ്രർ മറ്റ് തൊഴിലുകളെയും കച്ചവടം, കൃഷി പോലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. വൈശ്യർ എന്ന് പറയുന്നത് നാലാമത്തെ ശൂദ്രർ എന്ന് പറയുന്ന വിഭാഗമാണ് ഈ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താഴ്ന്ന വിഭാഗമായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുന്നു, 4 വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സമൂഹത്തിനെ തരംതിരിഞ്ഞു. ഇനി അടുത്ത ചോദ്യം, മുഗൾ ഭരണത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. അവിടെ നമുക്ക് ഭരണമാണ് ചോദിച്ചിരിക്കുന്നത്. മുഗൾ ഭരണത്തിൻ്റെ പ്രധാന സവിശേഷത. നമ്മൾ നേരത്തെ മുമ്പത്തെ ക്ലാസ്സിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. മുഗൾ ഭരണത്തിലുണ്ടായിരുന്ന അക്ബറിൻ്റെ മതനയം. അതുപോലെ തന്നെ അവിടെ വന്നിരുന്ന മറ്റൊരു ചോദ്യമായിരുന്നു അവിടുത്തെ രാജാക്കന്മാരുടെ പേരുകളൊക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എന്ത് ചെയ്യുന്നു, മുഗൾ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്, മുഗൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഭരണത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് രാജാവായിരുന്നു. ചക്രവർത്തിയാണ് ഭരണത്തിൻ്റെ കേന്ദ്രബിന്ദു. ഭരണം കൃത്യമായിട്ട് ഏകീകൃതമാക്കാൻ വേണ്ടി രാജാവ് വിവിധ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു. പ്രധാനമായിട്ടും 3 ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മന്ത്രിസഭ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു വിഭജനമാണ് ഇവിടെ വരുന്നത്. ആദ്യത്തെ ഉദ്യോഗസ്ഥൻ മീർ ബക്ഷി, സൈനിക വകുപ്പിൻ്റെ തലവനായിരുന്നു മീർ ബക്ഷി. 2 ദിവാൻ ഇ അല, ധനകാര്യ മന്ത്രിയായിരുന്നു ദിവാൻ ഇ അല. 3 സദർ അസ് സദർ, നീതിന്യായ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ടെക്സ്റ്റ് ബുക്കിലെ 109-ാമത്തെ പേജിലാണ് മുഗൾ ഭരണ സമ്പ്രദായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ 3 വിഭാഗങ്ങളാണ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും മീർ ബക്ഷി, ദിവാൻ ഇ അല, സദർ അസ് സദർ. അതിനു പുറമെ എന്ത് ചെയ്യുന്നു, ശക്തമായ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം അവർക്കുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ പ്രഭുവർഗം എന്നാണ് അത് അറിയപ്പെട്ടത്. അതിൻ്റെ പ്രത്യേകത സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അവരുടെ മതമോ അവരുടെ വംശമോ ഒന്നും തന്നെ അവിടെ പരിഗണിക്കുന്നില്ല. എല്ലാ വിഭാഗങ്ങളെയും, മതത്തിനും വംശത്തിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങളും എന്ത് ചെയ്യുന്നു, അവർ ഉൾപ്പെടുത്തിയിരുന്നു. അഫ്ഗാനികൾ, തുർക്കികൾ, പേർഷ്യക്കാർ, രജപുത്രന്മാർ തുടങ്ങിയിട്ടുള്ള വിവിധ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അവിടെ ഒരു വിഭജനമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ചക്രവർത്തിയോടുള്ള കൂറ് അല്ലെങ്കിൽ ചക്രവർത്തിയോടുള്ള ആ ഒരു വിശ്വാസമാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് കണക്കാക്കിയിരുന്നത്. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് എന്ത് ചെയ്യുന്നു, ധാരാളം രജപുത്ര പ്രഭു വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുകയും അക്ബറുടെ നികുതി നയത്തിന് വിവിധ രജപുത്ര ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു, നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അക്ബറിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു രാജ തോഡർമാൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു രജപുത്രനാണ്. അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു ഭരണമായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വിവിധ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി, വിവിധ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി വിവിധ വകുപ്പുകൾ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചു വെച്ചിരുന്നു. അതുപോലെ ഇവരെന്ത് ചെയ്യുന്നു, ഒരു വലിയ സൈന്യത്തിന് തന്നെ എന്ത് ചെയ്യുന്നു, ഇവർ നിർമ്മിച്ചു വെച്ചിരുന്നു. വലിയ സാമ്രാജ്യമായതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കാനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം വരുമ്പോൾ അതിനെ തടയാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വലിയൊരു സൈന്യത്തിനെ തന്നെ ഇവർ നിർമ്മിച്ചു വെച്ചിരുന്നു. അതുപോലെ മുഗൾ ഭരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരുടെ സാമ്രാജ്യത്തിനെ വിവിധ വിഭാഗങ്ങളായിട്ട് ഇവർ തരംതിരിച്ചിരുന്നു. ഏറ്റവും മുകളിൽ സാമ്രാജ്യത്തിന് എന്ത് ചെയ്യുന്നു, വിവിധ പ്രവിശ്യകളായിട്ട് തരംതിരിക്കുന്നു. പ്രവിശ്യ അല്ലെങ്കിൽ സുബകൾ എന്നാണ് അത് പറയപ്പെടുന്നത്. പ്രവിശ്യകളെ വീണ്ടും ജില്ലകളായും അല്ലെങ്കിൽ സർക്കാരുകളായി,
ജില്ലകളെ അല്ലെങ്കിൽ സർക്കാരുകളെ വീണ്ടും ഗ്രാമങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, തരംതിരിക്കുന്നു. അതായത് ഒരു പ്രാദേശിക ഭരണം കാര്യക്ഷമമാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിഭജനം നടത്തുന്നത്. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വിവിധ സംസ്ഥാനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. സംസ്ഥാനങ്ങൾ ഓരോന്നിലും വിവിധ ജില്ലകളായി തരംതിരിച്ചിരിക്കുന്നു. ഓരോ ജില്ലയിലും വിവിധ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടാകും. അതിന് സമാനമായ ഒരു വിഭജനമാണ് സാമ്രാജ്യം, പ്രവിശ്യകൾ, ജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെയുള്ള ഒരു വിഭജനം. എല്ലാം തന്നെ മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് മുഗൾ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് നമുക്ക് പറയാനുള്ളത്. രാജാവാണ് അധികാരത്തിൻ്റെ കേന്ദ്രബിന്ദു. എന്നാൽ ഭരണം കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വിവിധ ഉദ്യോഗസ്ഥരെ രാജാക്കന്മാർ നിയമിച്ചിരുന്നു. സാമ്രാജ്യത്തിനെ വിവിധ വിഭാഗങ്ങളായിട്ട് ഇവർ തരംതിരിച്ചിരുന്നു. വലിയൊരു സൈന്യത്തിനെ അവർ അവിടെ നിലനിർത്തിയിരുന്നു. വിവിധ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിസഭയുമൊക്കെയുള്ള വളരെ ശക്തമായിരുന്നൊരു ഭരണ സംവിധാനമായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി 5 മാർക്കിൻ്റെതിൽ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് 1857 കലാപത്തിൻ്റെ കാരണങ്ങൾ വിശദമാക്കുക. ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഒരു അധ്യായം 10ാമത്തെ അധ്യായമാണത്. 1857 കലാപം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. 1857 കലാപം നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരുന്നൊരു പാഠമാണ് 1857 കലാപം. ഇവിടെ നോക്കാം, നമുക്ക് കാരണം കാണിച്ചു കൊടുക്കുന്നത്. കലാപത്തിന് വിവിധ കാരണങ്ങളുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് 138ാമത്തെ പേജിലാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. സാമ്പത്തിക കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, അതുപോലെ ഭരണപരമായ കാരണങ്ങളുണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ മതപരം സാമൂഹികപരമായ കാരണങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ എന്തായിരുന്നു ഇതിലുണ്ട്. ഇവിടെ ഇതിൽ ഏതെങ്കിലും ഒരു 3 കാരണങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ അതിവിടെ ഉണ്ടായിരുന്ന ഭരണകർത്താക്കളെയും രാജാക്കന്മാരെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. പ്രധാനമായിട്ട് 2 നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നു. അതാണ് രാഷ്ട്രീയവും ഭരണപരവുമായ കാരണങ്ങളെന്ന് പറയുന്നത്. അതിലൊന്നായിരുന്നു ദത്തവകാശ നിരോധന നിയമം, 2 സൈനിക സഹായ വ്യവസ്ഥ. ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ, ഒരു ഇന്ത്യൻ രാജാവിന് ആൺമക്കൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് മറ്റു കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം നിരോധിക്കുന്ന നിയമമായിരുന്നു ദത്തവകാശ നിരോധന നിയമം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ രാജാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജ്യം ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അതാണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്ന നിയമം. 2ാമത്തെ നിയമമാണ് സൈനിക സഹായ വ്യവസ്ഥ. ഒരു നാട്ടുരാജാവിന് എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ അവരുടെ സൈന്യത്തിനെ സഹായമായിട്ട് നൽകും. എന്നാൽ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എല്ലാ ചിലവുകളും ഈ രാജാവ് ഭരിക്കണം. രാജാവിന് എന്ത് ചെയ്യുന്നു, എപ്പോഴെങ്കിലും സൈന്യത്തിന് ആവശ്യമായിട്ട് വന്നാൽ, ഒരു വിദേശ ആക്രമണം മറ്റോ വന്നാൽ എന്ത് ചെയ്യുന്നു, അവർ അതിനെ ഈ സൈന്യത്തിനെ അവർക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ പതുക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന ഉടമ്പടിയിൽ ഒപ്പിട്ട രാജ്യങ്ങളുടെ അധികാരം പതുക്കെ ബ്രിട്ടീഷുകാർക്ക് കിട്ടാൻ തുടങ്ങി. അതാണെന്ത്, കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ കാരണങ്ങളായിട്ട് നമുക്ക് പറയുന്നത് അതാണ് 1857 കലാപത്തിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ. ഇനി അതിൽ തന്നെ നമുക്ക് പറയാനുള്ളതാണ് ആ സാമ്പത്തിക കാരണങ്ങൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വിവിധ നികുതി നയങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, അതുപോലെ ഗോത്ര വിഭാഗങ്ങൾ, രാജാക്കന്മാർ, ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, ബാധിക്കുന്ന ഒന്നായിരുന്നു ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇവരുടെ നികുതികൾ. അതാണ് പ്രധാനമായിട്ടും സാമ്പത്തിക കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സാമ്പത്തിക കാരണങ്ങൾ അതൊക്കെയാണ് വരുന്നത്. അതുപോലെ പിന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഏറ്റവും പെട്ടെന്നുണ്ടായൊരു കാരണം പറയുന്നത്, ഈ സമയത്ത് ഇവർ ഒരു പുതിയ തോക്ക്, ഒരു പുതിയ റൈഫിൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ആർമിയിലേക്ക്, ബ്രിട്ടീഷ് ആർമിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ആർമി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഒരുപാട് ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നുണ്ട്. ആ ഇന്ത്യക്കാരെ വിളിച്ച പേരാണ് ശിപ്പായിമാർ. അപ്പോൾ ഈ തോക്കിൻ്റെ പ്രത്യേകത, ഈ തോക്കിൽ എന്ത് ചെയ്യുന്നു, പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുള്ള തിരയാണ്. തിര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉണ്ട അല്ലെങ്കിൽ അതിൻ്റെ ബുള്ളറ്റ്, അതാണെന്നുള്ളൊരു അഭ്യൂഹം ഇന്ത്യൻ ശിപ്പായിമാർക്കിടയിൽ വ്യാപിക്കുകയും ഇന്ത്യൻ ശിപ്പായിമാർ ഈ തിര ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഈ തോക്ക് ഉപയോഗിക്കാൻ നിർബന്ധിച്ച ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഇന്ത്യൻ ശിപ്പായി വെടിയുതിർക്കുകയും മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേറ്റുകയും ചെയ്യുന്നു. അതോടുകൂടിയിട്ടാണ് ഈ കലാപം ആരംഭിക്കുന്നത്. കലാപത്തിന് ഏറ്റവും പെട്ടെന്നുള്ള കാരണമാണ് ഈ റൈഫിൾ അല്ലെങ്കിൽ തോക്കുമായിട്ട് വന്നിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കാരണമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഭരണപരമായ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട്. മൂന്നാമത്താണ് ഈ പറഞ്ഞ മതപരമായ കാരണങ്ങൾ. അതിലാണ് ഈ തോക്കിൻ്റെ കാര്യം വരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഇവിടെ വിവിധ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരുന്നു. ഉദാഹരണമായിട്ട് സതി നിരോധനം, ശൈശവ വിവാഹ നിരോധനം,
ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ നടപ്പിലാക്കിയ സമയത്ത് അന്നത്തെ ഇന്ത്യൻ ജനത ഇതിനെല്ലാം തന്നെ സംശയത്തോടു കൂടിയിട്ടാണ് നോക്കിക്കണ്ടത്. അതായത് അതുവരെ ഇന്ത്യൻ ജനത ആചരിച്ചു വന്നിരുന്ന വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇല്ലാതാക്കിയത്. അപ്പോൾ നമ്മുടെ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പ്രചരണം കൂടി എന്ത് ചെയ്യുന്നു ഈ സമയത്ത് വളർന്നു വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് 1857 കലാപത്തിനുണ്ടാകുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് 1857 കലാപത്തിൻ്റെ കാരണങ്ങളും അതിൻ്റെ നേതാക്കന്മാരും അവരെവിടെയാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നുള്ളത്. അതുപോലെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഒരു മാപ്പ് നമുക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഈ മാപ്പിൽ എവിടെയാണ് കലാപത്തിൻ്റെ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നതെന്ന് അടയാളപ്പെടുത്താനുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് 1857 ഈ കലാപം അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നോ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഈ കലാപത്തിൻ്റെ കാര്യങ്ങൾ. ഇത്രയുമാണ് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് 4 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും 2 ഉത്തരം എഴുതിയാൽ മതിയാകും. ഇനി നമുക്ക് ഈ ചോദ്യപേപ്പർ ഇതിൻ്റെ എസ്സേ ചോദ്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം.